Hello, I am Ashwadi C from 9th C. Today I am going to teach about the chemical influence of temperature in a chemical reaction. ഈ പാഠത്തിൽ കോൺസെൻട്രേഷൻ, കാറ്റലൈസ്, സർഫസ് ഏരിയ, റിയാക്റ്റൻറ്റിൻ്റെ പ്രകൃതി എന്നിവ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നതും അവ അതിൻ്റെ ഫീച്ചേഴ്സ് ആകുന്നതും നാം കണ്ടു. ഇനി ടെമ്പറേച്ചർ എന്ന ഘടകം കെമിക്കൽ റിയാക്ഷനിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. So let's do an experiment. Now we are looking through the reaction between sodium thiosulfate and hydrochloric acid. ഇതിന് ആവശ്യമായി വരുന്ന വസ്തുക്കൾ 2 ബോയിലിംഗ് ട്യൂബ്സ്, ഒരു ബേണർ, സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ, ഡിലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവയാണ്. 2 ബോയിലിംഗ് ട്യൂബുകളിൽ ഈക്വൽ വോളിയമുള്ള സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. ഇതിൽ ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്ത് നമുക്ക് ചൂടാക്കാം. ഇനി ഇവ രണ്ടിലേക്കും ഈക്വൽ എമൗണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ബോയിലിംഗ് ട്യൂബിൽ നിന്നും പ്രസിപ്പിറ്റേഷൻ വരുന്നത് കാണാൻ കഴിയും. സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ചൂടാക്കിയ ബോയിലിംഗ് ട്യൂബിലെ പ്രസിപ്പിറ്റേഷൻ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല അതിൻ്റെ നിറം പെട്ടെന്ന് മഞ്ഞയായി മാറുന്നു. അത് സൾഫറിൻ്റെ പ്രസൻസ് കൊണ്ടാണ്.